നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എനിക്കിനി ആരുടെ മുന്നിലും ഒന്നും തെളിയിക്കാനില്ല, പ്രൂവ് ചെയ്യാനില്ല. നെയ്മർ ജൂനിയർ കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ഞാനിവിടെ വന്നത് റിക്കവർ ചെയ്യാനും എൻ്റെ ഹാപ്പിനെസ് റീഗെയിൻ ചെയ്യാനും വേണ്ടിയാണ്. അല്ലാതെ ആളുകൾ സംസാരിക്കുന്ന പോലെ എനിക്ക് ആരോടും ഒന്നും തെളിയിക്കാനില്ല. എനിക്കിനി ഒന്നും ആരുടെ മുന്നിലും തെളിയിക്കേണ്ടതുമില്ല. ഞാനിത് ചെയ്യുന്നത് ഫുട്ബോളിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടൊന്നും കിട്ടാനില്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഞാൻ ചോദിച്ചതൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ വലുതാണ് ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ ഇരട്ടിയാണ് തന്നത്. സോ അതിൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ് എന്നുകൂടി നെയ്മർ ജൂനിയർ പറയുന്നു. നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് വളരെ സജീവമായിട്ട് നടക്കുകയാണ്. ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള വരവ്, അതിനെക്കുറിച്ച് കാർലോ അഞ്ചലോട്ടി കഴിഞ്ഞ കോളപ്പിന് സമയത്തും മറ്റുമൊക്കെ വിശദമായി പറഞ്ഞതാണ്. ഇപ്പോൾ നെയ്മർ വീണ്ടും പറയുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നു എന്നത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ ലോകത്തെ ഏറ്റവും മികച്ച ദേശീയ ടീമിൻ്റെ ടോപ്പ് സ്കോററായിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കളിച്ച ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി, ഞാൻ സ്വപ്നം കണ്ടിരുന്ന ക്ലബ്ബുകളാണ്, അവർക്ക് വേണ്ടി ഞാൻ കളിച്ചു, ഗോളടിച്ചു. എൻ്റെ ജീവിതം ഞാൻ മാറ്റി, എൻ്റെ ഫാമിലിയുടെ ജീവിതം മാറ്റി, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ജീവിതം മാറ്റി, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ കടന്നു പോകുന്ന ഓരോ കുട്ടിയുടെയും ജീവിതം ഞാൻ മാറ്റി. അതുകൊണ്ട് എനിക്കിനി ആരുടെ മുന്നിലും ഒന്നും തെളിയിക്കാനില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.